വലിയ രീതിയിലുള്ള പ്രിപ്പറേഷൻ ഒന്നും ടൈം കിട്ടില്ല. എന്നാലും ഞങ്ങളാൽ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരുന്നു. പിന്നെ ബുക്സ് പാർലമെൻറ്റ് ഡൈജസ്റ്റ് പോലെയൊക്കെയുള്ള റെഫർ ചെയ്തു. അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലും ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ജോഗ്രഫി, കറണ്ട് അഫയേഴ്സ് അങ്ങനെയുള്ള ടോപ്പിക്സാണ് കൂടുതൽ റെഫർ ചെയ്തത്. കൂടുതൽ ക്വസ്റ്റ്യനും കറണ്ട് അഫയേഴ്സിൽ നിന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പിന്നെ ജനറലായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് വീട്ടുകാർ ഇതിന് അനുവദിച്ചത്. പിന്നീട് എല്ലാം യാദൃശ്ചികമാണ്. വളരെ ടെൻസ്ഡാണ്. ഈ പോയിന്റ് രീതിയിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ പോയിന്റിൽ പിന്നെ നെഗറ്റീവ് പോയിന്റ് വരുമ്പോൾ ടോട്ടലി നിന്ന് കുറഞ്ഞു പോകുമോ എന്നുള്ള ആ ഒരു ഭയമുണ്ട്. പിന്നെ അത്രമാത്രം കോൺഫിഡൻസ് ഉള്ളതിന് വരെ ഞങ്ങൾ 100 വിളിച്ചുള്ളൂ. അതിന് മുകളിൽ വിളിച്ചില്ല. അത്രയ്ക്ക് ഒരു ടെൻസ്ഡ് ആയിരുന്നു. പറഞ്ഞ പോലെ തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പ്രിലിംസിനാണെങ്കിൽ തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ടൈ ബ്രേക്കർ മുതൽ ഫൈനൽ റൗണ്ട് വരെ നല്ല പേടിയായിരുന്നു. പിന്നെ ടീം വർക്കിൻ്റെ എഫേർട്ടെല്ലാം മൂലം ഞങ്ങൾ ആദ്യം പോയിന്റ് നിലയിൽ പുറകിലായിരുന്നു ഫൈനലിൽ. പിന്നെ ലാസ്റ്റ് റൗണ്ടിൽ എത്തിയപ്പോഴാണ് അത്യാവശ്യം മുമ്പിലേക്ക് വന്നത്. അതോടൊപ്പം തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ പേടിയുണ്ടായിരുന്നു. കാരണം കിട്ടിയില്ലെങ്കിൽ തേർഡ് അല്ലെങ്കിൽ ഫൈനൽ പൊസിഷനാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടണം എന്നുള്ളൊരു വാശിയിൽ ഡിറ്റർമിനേഷനിൽ മുന്നോട്ട് പോയി. വളരെയധികം സന്തോഷമുണ്ട്. നല്ല രീതിയിൽ അതായത് എല്ലാ കുട്ടികളും നല്ല ടാലൻറ്റഡ് ആണ്, നല്ല കോമ്പറ്റീറ്റീവ് ആയിരുന്നു. അതിൽ നിന്ന് വിജയിച്ചതിൽ നല്ല സന്തോഷമുണ്ട്. അടുത്ത ഘട്ടത്തിൽ അതേ സ്റ്റേറ്റിലേക്ക് ഇതിലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യും. ഇതുപോലെ തന്നെ അവിടെയും വിജയിക്കണം എന്ന് തന്നെയാണ് പ്രാർത്ഥന.